പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കേരളം മുഴുവൻ നടന്നു. ജന്മാഷ്ടമി സമുചിതമായിട്ട് ഹൈന്ദവ സമാജം ആചരിക്കുകയും ചെയ്തു. 4 പതിറ്റാണ്ട് മുമ്പ് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടത്തുവാൻ ബാലഗോകുലം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചപ്പോൾ ആകെ പങ്കെടുത്തത് 35 പേരായിരുന്നു. ഹിന്ദു കുട്ടികൾ കൃഷ്ണന്റെ വേഷം കെട്ടി റോട്ടിലിറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ച് അത് അപമാനകരമായിട്ട് അവർ തോന്നിയ ഒരു കാലഘട്ടം. അതിന്റെ കാരണം കമ്മ്യൂണിസം പടച്ചുവിട്ട ഹിന്ദു വിരുദ്ധതയായിരുന്നു. അതായത് ഹിന്ദുക്കളെ സ്വാധീനിക്കുവാൻ മാത്രമാണ് കമ്മ്യൂണിസത്തിന് കഴിഞ്ഞത്. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നത് 1957 EMS മന്ത്രിസഭയാണ്. അന്നു മുതൽ, അതിനു മുമ്പ് മുതൽ അവർ പറഞ്ഞു തുടങ്ങിയിരുന്നു, അമ്പലം എന്നത് ചുമരാണ്, വിഗ്രഹം എന്നത് കല്ലാണ്. ഞങ്ങളിൽ ഹൈന്ദവ രക്തമില്ല, ഞങ്ങളിൽ ഇസ്ലാം രക്തമില്ല, ഞങ്ങളിലുള്ളത് മാനവ രക്തമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം മതത്തെ നിരാകരിക്കുക എന്നതായിരുന്നു കമ്മ്യൂണിസത്തിന്റെ ബേസ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം ഈശ്വരനാണ് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുമ്പോൾ പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നതാണ് ഭൗതികവാദം അഥവാ കമ്മ്യൂണിസം. അപ്പൊ ആ കമ്മ്യൂണിസം എല്ലാ മതങ്ങളെയും ഒരുപോലെ എതിർത്തു, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ നിരാകരിച്ചു. ഇങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിസത്തെ കുറിച്ച് കേൾക്കേണ്ടിയിരുന്നത്. എന്നാൽ കമ്മ്യൂണിസം മതവിരുദ്ധമായ ആശയത്തെ മുന്നോട്ട് വച്ചെങ്കിലും അത് സ്വീകരിച്ചത് ഹിന്ദുക്കൾ മാത്രമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ജന്മി കുടിയാൻ വ്യവസ്ഥയും ഒരു ജനവിഭാഗം, പല ജനവിഭാഗങ്ങളും ജാതിയുടെ അടിസ്ഥാനത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടതും എല്ലാം അതിന് കാരണമായിരിക്കാം. പക്ഷേ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ 24 വൈക്കം സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, ഈ സമയത്തൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ഭാരതത്തിലുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടില്ല. 39 പിണറായിലെ പാറപ്പുറത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുക്കൾ ഇതെല്ലാം സ്വീകരിച്ചു. നിരീശ്വരവാദം, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല ഇത് സ്വീകരിക്കുവാൻ തയ്യാറായപ്പോഴാണ് അവർ രാമനോടും അഭിമാനമില്ല, കൃഷ്ണനോടും അഭിമാനമില്ലാതെ വളർന്നത്. അങ്ങനെ അഭിമാന ബോധം നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ സമൂഹത്തിനിടയിലേക്കാണ് ജന്മാഷ്ടമി ആചരിക്കുവാൻ വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘം തീരുമാനിച്ചത്. ഈ സമയത്ത് ഹിന്ദുക്കൾ മടിച്ചു നിന്നു. എന്നാൽ പതുക്കെ പതുക്കെ ഹിന്ദുക്കൾ അത് ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം നടന്നത് 10,000-ത്തിലധികം ശോഭായാത്രകളായിരുന്നു. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം കുറെ ശോഭായാത്രകൾ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഒന്നുപോലും നടന്നിട്ടില്ല. വലിയ ആഘോഷങ്ങളും ആർഭാടങ്ങളെയും ഒഴിവാക്കി ദുരിതത്തിൽ മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശാന്തിമന്ത്രം ചൊല്ലിയതിനു ശേഷമാണ് കേരളം മുഴുവൻ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ നടന്നത്. അപ്പൊ ഈ ശോഭായാത്രയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ്? അവനവന്റെ ഉള്ളിലുള്ള കൃഷ്ണനെ ഉണർത്തുക. കാരാഗ്രഹത്തിൽ ജനിച്ച് വേടന്റെ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാന്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ ഭഗവാൻ അനുഭവിച്ച പ്രതിസന്ധികൾ എത്രയാണ്. എന്നിട്ടും ഒരിക്കൽ പോലും കരയാത്ത ഭഗവാൻ. പ്രശ്നങ്ങളില്ലാത്ത ലോകം ഒരിക്കലും സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. രാമനുണ്ടെങ്കിൽ രാവണനുണ്ട്, കൃഷ്ണനുണ്ടെങ്കിൽ കംസനുമുണ്ട് എന്ന് നാം അറിയണം. സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ലോകത്തല്ല, പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ലോകത്താണ് നമുക്ക് ജീവിക്കുവാൻ കഴിയുക. ഒരാൾ ചിരിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ അയാൾ പഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതുപോലെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിലും സന്തോഷത്തോടു കൂടി എങ്ങനെ ജീവിക്കാം എന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഭഗവാൻ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. ഇതെങ്ങനെയാണ് ഉണരുക? ഉണരേണ്ടത് ഭഗവാനെ ഓർക്കണം. അതെല്ലാ ദിവസവും ഓർക്കുന്നത് വളരെ വളരെ നല്ലതാണ്. എന്നാൽ വലിയ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ മനുഷ്യ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഇതെല്ലാം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ഉത്സവങ്ങളും അതിൻ്റെ തലം വിടുന്നതനുസരിച്ച് ധ്യാനങ്ങളും തപസ്സുകളും എല്ലാം നമ്മുടെ സമാജത്തിൻ്റെ, നമ്മുടെ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഈ തപസ്സനുഷ്ഠിക്കുക, ധ്യാനത്തിലിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ
വളരെ അപൂർവം ആളുകൾക്ക് മാത്രം സ്വായത്തമാക്കുവാൻ കഴിയുന്ന കർമ്മയോഗമാണ് എന്നറിയണം. അതെല്ലാവർക്കും സാധ്യമല്ല. എന്നാൽ സാമാന്യ ജനങ്ങൾക്ക് എപ്പോഴും സംഗീതത്തെ, വർണ്ണ വൈവിധ്യങ്ങളെ, നല്ല കഥകളെ, അതുപോലെ മനോഹരങ്ങളായ ജീവിത തത്വങ്ങളെ എല്ലാം സ്വാംശീകരിക്കുവാൻ കഴിയും. അവിടെയെല്ലാം കൃഷ്ണൻ മാതൃകയാണ്. അങ്ങനെ ജന്മാഷ്ടമി ആചരിച്ച് അതിന്ന് സമാജത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ വലിയ ശോഭായാത്രകൾ നടത്തി. ശോഭായാത്രയുടെ ആദ്യഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഉപദ്രവങ്ങൾക്കൊന്നും യാതൊരു കണക്കുമുണ്ടായിരുന്നില്ല. അന്ന് മിമിക്രി സംഘടിപ്പിക്കുക, കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ബദൽ ശോഭായാത്രകൾ സംഘടിപ്പിക്കുക, എന്നിട്ട് ശ്രീനാരായണ ഗുരുദേവനെ കൊണ്ടുപോയിട്ട് കുരിശിൽ തറയ്ക്കുക. ഒരുപാട് പരിഹസിക്കപ്പെട്ടുവെങ്കിൽ ഈ 2024 ഒരിടത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബദൽ ശോഭായാത്രകൾ നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ഇത് ഞങ്ങൾ നടത്തേണ്ടതല്ല. അവരവർ ചെയ്യേണ്ടത് അവരവർ ചെയ്യുമ്പോഴാണ് അത് ശോഭിക്കുക. RSS എന്ന് പറയുന്നത് ഹിന്ദുത്വ പ്രസ്ഥാനമാണ്. RSS വളർന്നത് ക്ഷേത്രത്തിന്റെ മുറ്റങ്ങളിലാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പ് ഒരു മുദ്രാവാക്യം വിളിച്ചത്, അന്തിക്കമ്പല മുറ്റത്ത് 6 അടി മുളവടി കുറുവടി ഏന്തി കവാത്ത് ചെയ്യും RSS എന്നൊക്കെ ഉള്ളത്. സ്വാഭാവികമാണ്. ഒരു ഹൈന്ദവ പ്രസ്ഥാനം ഹൈന്ദവ കേന്ദ്രമായ, ഹൈന്ദവരുടെ സാധനാ കേന്ദ്രമായ ക്ഷേത്രത്തിൽ ആണ് പ്രവർത്തനം തുടങ്ങേണ്ടത്. അങ്ങനെ നശിപ്പിക്കപ്പെട്ട, കരിന്തിരി കത്തിക്കപ്പെട്ട, അല്ലെങ്കിൽ കാട് കയറി മുടിഞ്ഞുപോയ ക്ഷേത്രങ്ങളെ പുനർനിർമ്മിക്കുവാൻ RSS മുൻകൈയെടുത്തു. അങ്ങനെ ഭണ്ഡാരത്തിൽ വരവ് വന്നു, ഭക്തന്മാർ വന്നു, ക്ഷേത്രങ്ങളെല്ലാം ഉദ്ധരിക്കപ്പെട്ടപ്പോഴാണ് ക്ഷേത്ര ഉപദേശ കമ്മിറ്റികൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായിട്ട് കയറിക്കൂടുന്നതും ഈ ക്ഷേത്രങ്ങളിലൂടെയാണ് ഹിന്ദുത്വം വളരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളും ക്ഷേത്രത്തിന്റെ ആളുകളാണ്, ഞങ്ങളും ഭക്തന്മാരാണ് എന്നൊക്കെ പറയുവാൻ തുടങ്ങുന്നത്. ഇതൊരു കാപട്യമാണ്, തൻ്റെ ആശയത്തിനോടുള്ള കാപട്യമാണ്. അതായത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവർ അതിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. അങ്ങനെ ഒരു സമാജത്തെ സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കണം. നമ്മൾ പറയാറുണ്ട്, എപ്പോഴും അവനവന് ശ്രേയസ് ഉണ്ടാക്കുന്നത് അവനവന്റെ ധർമ്മമാണ്. ശ്രേയാത് സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. അപ്പോ അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ പൂർണ്ണതയുണ്ടാവും, അതിൽ നല്ല ശ്രേയസ് ഉണ്ടാകും. ഇവിടെയാണ് ജന്മാഷ്ടമി 4 പതിറ്റാണ്ട് മുമ്പ് ആചരിച്ചപ്പോൾ 35 പേരാണ് പങ്കെടുത്തെങ്കിൽ 10,000-കണക്കിന് ശോഭായാത്രകളിലൂടെ ലക്ഷോപലക്ഷം ഉണ്ണിക്കണ്ണന്മാരും ഭക്തജനങ്ങളും അമ്മമാരും എല്ലാം അണിനിരന്ന് അതിലേറെ 1 കോടിക്കണക്കിന് ആളുകൾ കാഴ്ചക്കാരായി വരുന്നൊരു പരിപാടിയായിട്ട് കേരളം അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ ജയന്തി മാറിയിരിക്കുന്നു. ജന്മാഷ്ടമി ദിവസത്തിൽ ഒരു ഹെലികോപ്റ്ററിലാണ് യാത്രയെങ്കിൽ കേരളം ഒരു കാവിക്കടലായി മാറിയിട്ടുണ്ടാവും. അതായത് ഭാരതത്തിന്റെ തനതായ കാവിക്കൊടികൾ എവിടെയും നിറഞ്ഞു നിൽക്കുന്നതും ഈ ജന്മാഷ്ടമി ഘോഷയാത്രകളും നമുക്ക് കാണുവാൻ കഴിയും. ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ ജന്മദിനം നമുക്ക് ഒരുപാട് സന്തോഷത്തെ നൽകുന്നതാണ്. ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഭഗവാന്റെ ലീലാവിലാസങ്ങളെ അറിയുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നു എങ്കിൽ ജന്മാഷ്ടമി ആഘോഷം ഹൈന്ദവ സമാജത്തിന്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, BJP ആണ് എന്നൊന്നും പറഞ്ഞ് ആരും ഇതിൽ നിന്നും മാറി നിൽക്കുവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് സംഘപരിവാറിന്റെ ഭാഗമാണ്, ബാലഗോകുലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മതേതരന്മാരൊക്കെ മാറി നിൽക്കാറുണ്ട്. ഓർക്കുക, ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്താൽ മാത്രമേ ഹിന്ദുവിന്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇന്നലകളിൽ ബംഗാളിൽ സംഭവിച്ചതുപോലെ, ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃഷ്ണനെ ആരാധിക്കുന്ന, കൃഷ്ണന്റെ ശക്തിയെ ആവാഹിക്കുന്ന ഹൈന്ദവ ജനതയെ ഉണർത്തണം, ഉയർത്തേണ്ടതും അത്യാവശ്യമാണെന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.